നാട്ടിലെ പ്രധാനപ്പെട്ട ക്ഷേത്രമായ പാപനാശത്തിലെ ആണ് നമ്മൾ. എല്ലാ പാപങ്ങളും കഴുകിക്കളയുന്ന ക്ഷേത്രം എന്നാണ് ഇവിടുത്തെ വിശ്വാസം. ഇവിടുത്തെ പ്രധാനപ്പെട്ട പൂജകളിൽ ഒന്നാണ് നെയ്വിളക്ക് സമർപ്പണം. ഭഗവാൻ ശിവൻ എല്ലാ പാപങ്ങളും കഴുകിക്കളഞ്ഞ് ഭക്തർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യും. ഇതാ നെയ്വിളക്കുകൾ കത്തുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നെയ്വിളക്കുകൾ കൂട്ടി വച്ചിരിക്കും. ഇവിടെ നിന്ന് ഭക്തർ വഴിപാടായി ഈ നെയ്വിളക്ക് ഭഗവാന്റെ തിരുനടയിൽ സമർപ്പിക്കുന്നു. ഭാരതത്തിലെ തന്നെ അപൂർവമായ ക്ഷേത്രമാണ്. അതായത് ഭക്തൻ്റെ എല്ലാവരുടെയും പാപങ്ങൾ, തലമുറകളായിട്ടുള്ള പാപങ്ങൾ കഴുകിക്കളയാൻ കഴിവുള്ള മഹാദേവനെയാണ് ഇവിടെ കുടിയിരുത്തിയിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ നടപ്പാതിലുകളിൽ പൂജാവിഗ്രഹങ്ങൾ കാണപ്പെടുന്ന ചെറിയ ചെറ കടകളാണ്. ശിവലിംഗവും വൃഷവാഹനവും ഒക്കെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതാ നെയ്വിളക്ക് സമർപ്പിച്ചിരിക്കുന്നതിന് വേണ്ടി ഇവിടെ കടകളിൽ വിൽക്കാനായി വച്ചിരിക്കുന്നു. പലതരത്തിലുള്ള പൂജാദ്രവ്യങ്ങൾ എല്ലാം കൊണ്ട് സമർത്ഥമാണ് ഇവിടം. തലമുറകളായിട്ടുള്ള പാപങ്ങൾ കഴുകിക്കളയുവാൻ, മാലോകരെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ ദേശദേവനായി ശിവൻ ഭാരതത്തിലെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമായി ഇവിടെ കുടികൊള്ളുകയാണ്. പാപനാശം ക്ഷേത്രം. ശിവഭക്തർ ഒരിക്കലെങ്കിലും ഇവിടെ എത്തണം. തലമുറകളായി നിങ്ങളുടെ പാപങ്ങൾ ഇവിടെ കഴുകിക്കളയും. പാപനാശ ക്ഷേത്രത്തിന് മുന്നിലോട്ട് പോകുന്ന പാപനാശം ഡാമിൽ നിന്ന് ഒഴുകിയെത്തുന്ന നദിയിൽ കുളിച്ചു കയറി കഴിഞ്ഞാണ് ഭക്തർ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഓം നമഃശിവായ ശിവശിവ എന്ന മന്ത്രം ഇവിടെ ആലേഖനം ചെയ്തിരിക്കുന്നു. പാപനാശം ക്ഷേത്രം ഭാരതത്തിലെ അപൂർവമായ ക്ഷേത്രം.